ഫാമിലി വ്ളോഗ്സിലേക്ക് ഒരു പുതിയ എപ്പിസോഡിലേക്ക് വന്ന കാരണം താങ്ക്സ്. കാണുവാണ് എത്രവിടെ. ഇന്നത്തെ ദിവസം നമ്മളാണെങ്കിൽ ഒരു ട്രിപ്പിലേക്ക് പോകും, നെൽസണിലേക്ക്. അത് കാരണം നമ്മളാണ് ഒരു ഫാമിലി ആയിട്ട് ഒരു വണ്ടിയിലാണ് പോണേ. അത് കാരണം ഫാമിലി ആയിട്ട് ഒരു വണ്ടിയിലോ? ഒരു വണ്ടിയിൽ ഒരു ഫാമിലി മൂന്ന് മൊത്തം പാളുവാണല്ലോടാ. എന്താ പറയാൻ വരുന്ന ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറ. എന്താ അത് പിന്നെ പറയാം, ഇപ്പൊ നീ ഇത് പറയാം. ഹായ്, നമസ്കാരം. നമ്മളൊരു ട്രിപ്പ് പോവാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലല്ല പോകുന്നത്. നമ്മുടെ വണ്ടിയിലുള്ള ലഗേജുകളൊക്കെ നമ്മൾ ഈ വണ്ടിയിലേക്ക് മാറ്റുക. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളൊരു 3 ഫാമിലി ഒരുമിച്ചാണ് ഇപ്രാവശ്യത്തെ യാത്ര. നെൽസണിലേക്കാണ് യാത്ര പോകുന്നത്. ഞങ്ങൾ ഇതിനു മുൻപ് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നെൽസണിൽ പോയിട്ടുണ്ട്. പക്ഷേ കൂടുതലായിട്ടുള്ള എന്താ പറയുക, അവിടെ കാണാനൊന്നും പറ്റിയിട്ടില്ല. അത് ജസ്റ്റ് ഒന്ന് പോയി വന്നു എന്നേ ഉള്ളൂ. അപ്പം ആദ്യം സാധനങ്ങൾ മാറ്റിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വിശേഷം പറയാം. ഞാൻ ഇത്തിരി ചോറ് വെച്ചിട്ട് കൊണ്ടുപോകുന്നു. പിന്നെ ഫുഡ് പണി പാളി അപ്പൊ നമുക്കൊരു സ്ഥലം മിസ്സാവും. പോണ വഴിക്കൊരു നമുക്ക് തിരിച്ചു വരുമ്പോ കയറാൻ ശ്രമിക്കാം. ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ ബ്രിഡ്ജ് ഉണ്ട് പോണ വഴിക്ക്. ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ ബ്രിഡ്ജ്. അതിപ്പോ നമ്മള് പോകുന്ന വഴിക്ക് കാണാൻ പറ്റില്ല. അത് നമ്മൾ താമസിച്ചില്ല, നൈറ്റ് ആയിരിക്കും. രാവിലെ പോകാം. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ നമുക്ക് ശ്രമിക്കാം കാണാൻ. ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ ബ്രിഡ്ജ് നെൽസണിലേക്ക് പോകുന്ന വഴിക്കാണോ? എന്നാ ഒരു സ്ഥലമുണ്ടല്ലോ, ഒരു നല്ലൊരു സിറ്റി ഉണ്ട് നെൽസൺ. ഇപ്പറ അതിന്റെ അടുത്ത് കണ്ട നെൽസന് മുമ്പ് സിറ്റി ഉണ്ടോ? നല്ലൊരു സിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ പേര് മുരാരി എമ്മു കൂട്ടി ഒരു ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നീ ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. എന്താ താമസം? പോരാട്. സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ എന്നും സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ബലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. മതസൗഹാർദ്ദത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു പാട്ട് കൂടി പാടുന്നതാണ്. സിനിമാ പാട്ടോ? സിനിമാ പാട്ടോ അത് അതൊരു ലവ് സോങ് ആണ്. നിങ്ങൾ പാട്ട് പഠിക്കും, ഞങ്ങൾ ബാക്കി പാടാം, കൂടെ പാടാം. ഹരിഹരാത്മജം ദേവമാനസേ ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ. അരുണവാസുരം
മറ്റേ സന്തോഷ് ജോർജ് കുലങ്ങളേറെ ഒരു ഡയലോഗില്ലേ, ഡ്രൈവർ പോൾ ബാർബർ. വേറെ പേരാ, പക്ഷെ എനിക്കത് ഓർമ്മ വരുന്നില്ല. ഒരു പ്രാവശ്യം കാറ് പ്രദർശനം കാണാനായിട്ട് വന്നു, വിന്റേജ് കാറിന്റെ ഡ്രിഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ഹാമർ സ്പ്രിംഗ് പോയി, പിന്നെ ക്രൈസ്റ്റ് ചർച്ച് പോയി. ആയിരിക്കും താൽക്കാലിക വിശ്രമത്തിന് വേണ്ടി ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കിയിരിക്കുകയാണ്. വണ്ടിയിൽ നിന്ന് കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. എല്ലാവരും ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. ഇറങ്ങിയ സ്ഥലം ഈ പറഞ്ഞ മാതിരി ഇതുപോലെയാണ്, നിങ്ങൾ കാണുന്ന പോലൊക്കെ തന്നെ. വിജനമായ റോഡ്, സൈഡിൽ റെയിൽവേ ട്രാക്ക് ഒക്കെ അങ്ങനെ കിടക്കുന്നു. ആരും ഇറങ്ങുന്നില്ല വണ്ടിയിൽ നിന്ന്. അയ്യോ, വണ്ടിയിൽ ഈച്ചടിച്ചതല്ല, സാൻഫ്ലൈ ആണ് മൊത്തം. തുറന്ന് ഒന്ന് ഒഴിച്ചേ, റോട്ടിൽ പോയോട്ടോ. റോട്ടിലേക്ക് പോരുത്. Let's see who counts. If they come here, I'm gonna lock it away. So അന്നെ വണ്ടി വരുന്നുണ്ട്, ഓടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് മാറിയിരിക്കണേ. ഈ പുല്ലിലോട്ട് നീങ്ങി ഇനി ഇറക്കാം. വണ്ടി പറന്നു വരുന്നേ. തക്കു അടിപൊളിയാണോ? അതിഥി അടിപൊളിയാണോ?
അമ്മ അകത്ത്. ഒന്ന് റെസ്റ്റ് ചെയ്യണം, കാരണം വണ്ടി ഡ്രൈവർ ഒന്ന് മാറി കയറണം, ഒന്ന് റെസ്റ്റ് ചെയ്ത് കയ്യും കാലൊക്കെ നിർത്തുക, പിന്നെ ഒന്ന് ചായ കുടിക്കുക, സ്നാക്സ് ഒന്ന് കഴിക്കുക പിള്ളേരെ. ഹായ്, ഗുഡ് മോർണിംഗ്. നെൽസണിലെ ആദ്യത്തെ മോർണിംഗ് ആണ് കേട്ടോ. നേരം വെളുത്ത് ഏകദേശം ഇപ്പോൾ 8-8:30 കാണും. ഞങ്ങൾ ഇവിടെ എത്തിയതും ഇന്നലെ രാത്രി ഏകദേശം 8-8:30 നമ്മൾ എത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂമിൻ്റെ ചാവിയൊക്കെ ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ റൂമിൻ്റെ കാർപ്പറ്റിൻ്റെ താഴെ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ റൂം നമ്പറിൻ്റെ കാർപ്പറ്റിൻ്റെ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വണ്ടിയിലുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് എടുത്ത് നമ്മുടെ റൂമിലേക്ക് എടുത്ത് വെച്ചു. സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ. വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാനായിട്ട് പ്രത്യേക സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ചിട്ട് ഭയങ്കര ഇരുട്ടാവും പെട്ടെന്ന്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് ഇരുട്ടായി. റോഡൊന്നും അങ്ങനെ എന്താ പറയുക, വിശാലമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകളൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. നമുക്ക് ഒരു പരിധി വരെ കാണാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് ഇരുട്ടായിപ്പോയി. പിന്നെ പലർക്കും ഭയങ്കര വിശപ്പായിരുന്നു. എനിക്കും അതിലേറെ വിശപ്പായിരുന്നു. കാരണം ഞാൻ രാവിലെ കഴിച്ചതാണ്, ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെപ്പോലെ തന്നെ എന്നെ പോലെയുള്ള പല ആൾക്കാർക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഞങ്ങളുടെ മേശപ്പുറത്ത് വെച്ച് നിരത്തി വെച്ച് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. നല്ല സന്തോഷകരമായൊരു ഇല്ല ടിൻഡു, എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഉള്ള കള്ളത്തോരം ഓണയും പറഞ്ഞ് തള്ളൊക്കെ തള്ളി ഭക്ഷണം കഴിച്ചു. പിന്നെ ഭക്ഷണം കഴിച്ചു. പിന്നെ എല്ലാവരും ക്ഷീണിതരായി. കാരണം യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ പകല് നെൽസൺ ഞങ്ങളെ വിളിക്കുകയാണ്, പറയുന്ന പോലെ പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വിളിക്ക് ഞങ്ങൾ ഉത്തരം കൊടുത്തുകൊണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. ഭയങ്കര ചളിയാണ് ടിൻഡു പറയുന്നത്. നല്ല ചളി ഉണ്ടല്ലേ, രാവിലെ തന്നെ കുത്തിരുന്ന് ചളി അടിക്കാണ്ട് എണീറ്റ് പോടാ. അപ്പൊ നമ്മൾ എവിടെ പോണേ? നമ്മള് ഫ്ലൈറ്റ് ഓടിക്കാനായിട്ട്. ഞാൻ മാത്രല്ലേ പോണല്ലോ. ഏതാ തറ ആറ്റിട്ടുണ്ടോ? ഇവിടെയാണോ സംഭവം? അവിടെ എന്തൊക്കെയോ കാണുന്നുണ്ടല്ലോ. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അയ്യോ, അവരങ്ങ് നടന്നല്ലോ. നമുക്ക് വേഗം നടക്കാം. പിള്ളേർ ഓടി കളിക്കും. എനിക്ക് തോന്നുന്നത് ആക്റ്റീവായി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കുന്നു. അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് ഓപ്പൺ ജിം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാമപ്പൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ കയറുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. തെക്ക് കയറുന്നുണ്ടോ? വീടുണ്ടോ?
ഇങ്ങനെ ഇറങ്ങും തക്കു? ഒന്ന് ഇറങ്ങി കണ്ട തക്കുവോ? ഇറങ്ങിയ ഓക്കെ. വീണില്ല. വീണില്ല എന്നുള്ള ടെസ്റ്റ് നോക്കിയതാ. എന്തായാലും ഇതിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ കയറാമല്ലോ. നോ പ്രോബ്ലം. ബീച്ച് വെള്ളം കണ്ടു മരുഭൂമിയിലെ വെള്ളം. പക്ഷെ ഇറങ്ങിപ്പോ ചെറിയ വഴിയല്ലേ. നമ്മുടെ കൂടെ വന്നവര് അത് അങ്ങ് എത്തി കേട്ടോ. നമ്മുടെ ഇടയിൽ ചെറിയൊരു ഫോട്ടോ എടുപ്പിനൊക്കെ വേണ്ടിട്ട് മാറുന്ന കാരണമാണ് നമ്മളെ വിട്ട് അവർ പോയത്. ഇല്ല അടിൻ്റെ കുഴപ്പമില്ല. അവരുടെ കാര്യങ്ങൾ നടത്തട്ടെ. നമ്മൾ ചെറുതായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തി. നീ നോക്കി, നീ ആ ബീച്ചിന്റെ സൈഡിൽ കൂടെ വണ്ടികൾ പോകുന്നു, ചെറിയ വീടുകൾ, ഒരു അടിപൊളി വ്യൂ അല്ലേ. നൈസ്. നമ്മുടെ നാട്ടിലെ ഇതുപോലെ കടൽ എവിടെയും ഉണ്ടാവും. കാരണം നമ്മുടെ നാട്ടിൽ എപ്പോഴും കടലും അത് കഴിഞ്ഞ് കുറെ കാര്യം ഇത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും വീടുകളും കാര്യങ്ങളും അല്ലേ. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇല്ലായ കുറവൊന്നുമില്ല. അങ്ങനെ വന്നപ്പോഴല്ലേ സുനാമി കുറെ വീടുകളൊക്കെ എടുത്തുകൊണ്ടുപോയത്. ഇതുപോലെ ഇങ്ങനെ അല്ല, അത് കടലിന്റെ ഒരു നേച്ചർ കൊണ്ട് അവിടെ ഡീറ്റെയിൽസ് എഴുതിയുണ്ട്. ഇവിടെ എല്ലാം ഒന്നും പറ്റത്തൊന്നുണ്ടാവില്ല. ആക്ടിവിറ്റീസ് ഒക്കെ ഒരു സമാധാനപരമായ കടലല്ലേ. എനിക്ക് തോന്നുന്നു കടല് വെട്ടി മുറിച്ചിരിക്കാന്ന് തോന്നുന്നു. അങ്ങ് അപ്പുറത്തെ ഭാഗത്ത് 2 ഏരിയ ആക്കിയിട്ടേ ഇത്തിരി വെള്ളം ഇങ്ങോട്ട് കയറി കിടക്കുന്നേ ഉള്ളു തോന്നുന്നു. ഇതൊന്നും കടലിന്റെ ഒരു ഇതെല്ലാം തോന്നുന്നു. കടലിന്റെ തന്നെ, പക്ഷെ കടലിൽ കുറച്ച് കയറി നിന്നിട്ടേ വലിയൊരു അങ്ങോട്ട് ആഴക്കടൽ അപ്പുറത്തേക്കാണ്, പിന്നീടാണ്. കണ്ടോ? അതല്ല, ഇത് നോക്ക്, ന്യൂസിലാൻഡിൽ വന്നിട്ട് ആദ്യമായിട്ടാ കടലിന്റെ അടുത്ത് പൂഴി കാണുന്നത്. ന്യൂസിലാൻഡ് ശരി. നമ്മുടെ അവിടെ മറ്റേ ഉരുളൻ കല്ലുകളാണ്. പൂഴിയുള്ള ഒരു സ്ഥലം കണ്ടു. അല്ല, നമ്മൾ മറ്റേ ഇവിടെ പോയപ്പോ കണ്ടായിരുന്നു അല്ലേ, എന്താ ഫോക്സ് റിവറില് കക്ക വറുക്കാൻ പോയപ്പോ കണ്ടായിരുന്നു. സോറി. പിള്ളേർക്ക് ഓടി കളിക്കാനൊക്കെ വിശാലമായ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് പക്ഷെ പിള്ളേർ ഓടി കളിക്കുന്നില്ല. അവർ അപ്പിയാന്ന് പറയാം, പട്ടിയുടെ. നമ്മുടെ പിള്ളേര് അതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് പിടിച്ചോട് കൈ കൊണ്ടുപോവാ. അത് അകത്തോട്ട് കേട്ടിരുന്നായിരുന്നു. മാന്യന്മാരെല്ലാരും എടുത്തോണ്ട് പോകുന്നുണ്ട്. മല കടന്നു പുഴയുടെ ഇടയിലേക്ക് നമ്മുടെ നാട്ടിലൊരു കണ്ടൽക്കാട് ഒരു ഇതിലാ. ഒരു കണ്ടൽക്കാടിലേക്ക് ഇത് ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ വന്ന എന്ത് പാർക്കാടാ? അഡ്വഞ്ചർ പാർക്ക്. എന്ത് നമ്മൾ വന്ന ആ ഫൺ പാർക്കിന്റെ ഹായ്. നമ്മൾ വന്ന ആ ഫൺ പാർക്കിന്റെ സൈഡിലുള്ള ഒരു പ്രദേശമാണ് കേട്ടോ. അപ്പം നമ്മൾ വന്നത് ഇച്ചിരി നേരത്തെ ആയതുകൊണ്ട് ഇവിടെ ചുറ്റുപാടൊന്ന് കറങ്ങി ഇതിൻ്റെ ഭാഗത്തുള്ള ബീച്ചിലൊക്കെ പോയി വരുന്ന വഴിയാണ്. അയ്യോ, അങ്ങനെ നമ്മുടെ തിരിച്ചും ആ ഫൺ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബീച്ചൊക്കെ കണ്ട് നമ്മൾ പറഞ്ഞ സമയമായി, അല്ല അവർ പറഞ്ഞ സമയമായി. ആ സമയം കണക്കാക്കി നമ്മൾ തിരിച്ചും മടങ്ങി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. Adults can do it too. Okay, so we need to pay for... Now, if you've got some little ones and you wanted to do the tramps, we do have this option here where an adult can take a under 5 for free. Family pack ഉണ്ട്. Family pack large homos half day. Chinju's photo is no. Arya is there, Leo is there. ഞാൻ എവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ എന്റെ ഫോട്ടോ ഇല്ല. ഞങ്ങളുടെ സുന്ദരമായ മുഖം അതിനകത്ത് വിറ്റാവല്ല. That's
this way. Oh my god! What is that? What is that thing? നമുക്ക് വേണ്ടി ആദ്യം അവര് പാഠങ്ങൾ എടുക്കും. Now we will only run. We've only got 3 2-seaters. We have to split yours in half. So we'll run you 3 first, and then you 3 second. Oh, it's like that. Maybe the males can go first. Sorry. Maybe the male person My can go daddy's first because there. We can do it how you like. Yep. Yeah, that's better. 2-seaters alle. 2-seaters alle. അതേ ടൈമിൽ 3 പോകാൻ നിൽക്കും. നമ്മൾക്ക് പോകാനുള്ള ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തരുന്നത് കേട്ടോ. Please give your full attention to our safety video. Put away all devices and focus on the instructions. It is our responsibility to ensure that you watch and understand our safety rules. If you leave the area or are distracted by a device during the video, step onto either side of the floor with both feet, sit down, and fasten your seatbelt. Controls. The accelerator. Gently push the green go pedal on the right. The brake. Firmly press the red stop pedal on the left. Do not press both pedals at the same time. നമുക്ക് പോകാനുള്ള വണ്ടികളൊക്കെ ആള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലാസ് ഒക്കെ കേട്ടതിന് ശേഷം കുട്ടികൾ വരിവരായിട്ട് നിൽക്കുവാണ് വണ്ടിനകത്ത് കയറുവാനായിട്ട്. ഏറ്റവും ആദ്യം ഞാൻ തന്നെ പോകും. അങ്ങനെ പെട്രോൾ ടാങ്ക് ഒക്കെ കണ്ട പണ്ട് നമുക്ക് ജാമ്പോന്റെ കാലത്തെ ഐഡിയ തോന്നുന്നുണ്ട്. Yep. That's for you. Yep. That's it. For you. ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് തരാം കേട്ടോ. കുക്കിങ്ങിന് പോണോ? So, I'm ready. സിങ്കം റെഡി. That's for you. അതാണ് ചിഞ്ചു ഞാൻ എടുക്കാത്തെ. ഞാൻ അതുകൊണ്ടാ കൊച്ചിനെ കൊണ്ടേ റിസ്ക് എടുക്കാൻ പറ്റില്ല. അത് വെച്ച് തരൂ. അപ്പ വെച്ച് തരും മോനാ. When we take the helmet off, you just want to be careful of the earrings. It's not big for you. ആ അമ്മ പോവാ. അമ്മണിക്ക് പോവാരേ പോണ്ടേ മോനെ? ലൈറ്റ് ആയിരിക്കില്ലേ തക്കു? ഭയങ്കരമായിട്ട് സൺലൈറ്റാ മോനെ. അത് വെച്ചോ. അത് അപ്പ വെച്ച് തരും. It will be tight. Needs to be tight. അത് വെക്കാതെ പോവാൻ പറ്റില്ല. എന്നാ കണ്ണട വെക്കണ്ട. സൺഗ്ലാസ് വെക്കാതിരുന്ന ഓക്കെയാണോ? അത് വെക്കാതെ പോവാൻ പറ്റില്ല. അവരില് വരില്ലേ? ഇച്ചേ വണ്ടി ഓടിക്കാനെ തിരക്ക് കൊച്ചിനെ സേഫ് ആക്കാനുള്ളതിന്. അതെ ആക്സിലേറ്റർ ബ്രേക്ക് ഒക്കെ അറിയത്തില്ലേ? ഇച്ചായ പച്ചയാണ് മുമ്പോട്ട് പോകുന്നത്, മറ്റേത് നിർത്തുന്ന സാധനം. പച്ച ഓടിക്കുന്നത്, ചുമപ്പ് നിർത്തുന്നത്. അതേ ചവിട്ടിയിട്ടാണോ ചെയ്യുന്നേ? അല്ല ഇവര് പറഞ്ഞിട്ട് പതുക്കെ പോ. ഇച്ചായ ഇവര് കപ്പില്ല കേട്ടോ. ഇച്ചായനാണ് മുട്ട് കുത്തി വെച്ചേക്കുക. കൊച്ചിന്റെ ഇത് സീറ്റ് ബെൽറ്റ് ടൈറ്റ് അല്ലേ? സൈഡൊക്കെ ഏതാ വഴി? വഴിക്ക് വീഴ്ത്തി പോരുന്നു.
എല്ലാം കാണാം. ആണോ? എന്നാ രണ്ടിലും വെക്ക്. ഒരെണ്ണത്തെ CC വെക്കാലോ. ഒരെണ്ണം CC വെക്ക്. മെയിനിലേക്ക് അവര് റെഫറൻസ് വെക്കാൻ വേണ്ടിട്ട് തന്നേക്കുന്നത്. അടിപൊളി റൈസ്, സൂപ്പർ. എന്ത് തക്കുണ്ടായില്ല. മതി. അയ്യോ, ബോള് കൊടുക്ക്. ബോള് എല്ലാരും കൂടെ ഇതിനകത്ത് പറ്റില്ല. തക്ക് ബോള് കൊടുക്ക. തക്കു ബോള് കൊടുക്കടാ അപ്പയ്ക്ക്. ആണ്ടേ ആ അനന്തശയനാണോ? അനന്തശയനാണോ? ആ ഒരു പിള്ളേർക്ക് എൻജോയ് ചെയ്യാല്ലേ? അതാരത്? ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതെ, നമുക്ക് കണ്ട ഈ സോക്സ് കയറി ഇവിടുന്ന് എല്ലാവരുടെ കാലങ്ങളുണ്ട്. അപ്പോൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വെള്ളംകളി, ജമ്പ. നമ്മൾ വെള്ളംകളിക്കുള്ള തയ്യാറെടുപ്പിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ള ബോട്ടുകൾ സംഭവങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. തക്കു അതിൽ ചാടിണ്ടപ്പി. തക്കു നടുക്കിരുത്താൻ പറ്റുമോ? അങ്ങനെ അതാ ഞാൻ പറഞ്ഞ ഈശോയുടെ ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ പേടിയില്ലല്ലോ? പേടിയില്ലോ? പറ്റില്ല, വെയിറ്റ് തെറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്ക് എൻ്റെ എപ്പോഴും ഒരാളെ പറ്റുള്ളൂ, ഒരാളെ പറ്റത്തുള്ളൂ. പേടിക്കൊന്നും വേണ്ട, മുങ്ങൊന്നുമില്ല.
ഇല്ലാന്ന്. നീ പോയി എൻജോയ് ചെയ്തിട്ടോ. തക്കു 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 ഹാൻഡിലിങ്ങനെ ആക്കട, ഇങ്ങനെ ആക്ക്, ഇങ്ങനെ ആക്ക്. ആണാ പോണാണ്ടാ ഒന്നുകൂടി ഇങ്ങനെ ആക്കടാ, ഇങ്ങനെ. അതുപോലെ ഇങ്ങടാക്ക് ഇപ്പുറത്തേക്ക്. ആ He understands now. Yes. He's on track now. Yes. അമ്മിണി പേടിത്തൂളി. എന്നൊക്കെ പറഞ്ഞാലും എന്റെ കൊച്ചാ മരണമാസം. അതെ അവസാന നിമിഷത്തെ ഒരു ഫോട്ടോ എടുപ്പും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് മടങ്ങാട്ടോ. നമ്മള് ഇവിടുന്ന് മടങ്ങാനുള്ള സമയമായി കേട്ടോ. നമ്മള് എത്രയും പെട്ടെന്ന് ഇനി ഇവിടുന്ന് മടങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഇവിടുത്തെ തൽക്കാലം ഇവിടുത്തെ സംഭവങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവരവിടെ ഫോട്ടോ എടുപ്പ് തീർക്കുകയാണ്. അവസാന നിമിഷത്തെ ഫോട്ടോ എടുപ്പ് തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മടങ്ങും. തക്കു അടിപൊളിയായിരുന്നോ? പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും ദൂരം ഓടി വന്നതിൻ്റെ ഒരു ആക്ടിവിറ്റി നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ല. കാരണം ഇപ്പം നമ്മളൊരു കറക്റ്റ് ടൈമല്ല വന്നത്. എങ്കിൽ പോലും പിള്ളേരൊക്കെ എൻജോയ് ചെയ്തു. നമ്മൾ ഗ്രാമത്തിൽ നിന്ന് ഇവിടെ ഒരു 100-300 കിലോമീറ്റർ അടുത്ത് വണ്ടി ഓടിച്ചാണ് വന്നത്. പക്ഷെ അത്രയും ദൂരം ഓടി വന്നിട്ടുള്ള സംഭവത്തിന് നമുക്കിവിടെ ഇന്ന് കിട്ടിയില്ല. അതിന് പറഞ്ഞ മാതിരി ഈ സമയം അത്ര അനുയോജ്യമായ സമയം അല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു. ഇവിടെ പല സംഭവങ്ങളും ഇപ്പം ആക്റ്റീവ് അല്ല. പോലെ ആ അവിടെയാ എല്ലാവരും മടങ്ങി വരുവാണ്.
അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും. താൽക്കാലികമായിട്ട് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ ടിൻഡു? അവസാനിപ്പിക്കല്ലേ? താറ്റ കൊടുത്തല്ലാരും ബൈ. താറ്റ കൊടുക്കാൻ പറഞ്ഞാലേ കൊടുക്കുള്ളൂ. പോലെ പിന്നെ